കാസർകോട്ട് 2019 പല സർവേകളും LDF വിജയം പ്രവചിച്ചിരുന്നുവെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ച് അപ്രതീക്ഷിതമായി വൻ ഭൂരിപക്ഷത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 35 വർഷമായി കൈവശം വെച്ചിരുന്ന ഇടത് ശക്തി കേന്ദ്രം നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനാണ് CPM സെക്രട്ടറി MV ബാലകൃഷ്ണനെ ഇക്കുറി മത്സരത്തിന് ഇറക്കിയത്. 6 ഭാഷകളിൽ വെള്ളം പോലെ സംസാരിക്കാൻ കഴിയുന്ന NDAയുടെ യുവമുഖം അശ്വിനി കൂടി കളത്തിലിറങ്ങിയതോടെ മത്സരം കൊഴുത്തു. വന്യമൃഗശല്യവും പരിഹാരവും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയുമെല്ലാമാണ് എങ്ങും ചർച്ചയായത്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഈ വോട്ടുകൾ എങ്ങോട്ട് ചിന്തിക്കുന്നുവെന്നതിന് അനുസരിച്ചായിരിക്കും ജയപരാജയങ്ങൾ. കഴിഞ്ഞ തവണ KP സതീഷ് ചന്ദ്രനെ 40,438 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ഉണ്ണിത്താൻ വിജയിച്ചതെങ്കിൽ ഇക്കുറി ഭൂരിപക്ഷം 1 ലക്ഷത്തിനടുത്ത് എത്തുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലാണ് UDFന്റെ പ്രതീക്ഷ. സിറ്റിംഗ് MP എന്ന നിലയിൽ മണ്ഡലത്തിൽ ഉണ്ണിത്താന് വ്യക്തിബന്ധങ്ങൾ ഏറെയാണ്. വിരുദ്ധ വികാരങ്ങളൊന്നുമില്ലെന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ അനുകൂലമാണ്. CPM പാർട്ടി കേഡർ വോട്ടുകൾക്കപ്പുറമുള്ളവ പെട്ടിയിൽ വീണാൽ മാത്രമേ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുകയുള്ളൂ. അത് എത്രത്തോളം കഴിയുമെന്നത് വലിയ സംശയമാണ്. BJPയുടെ അശ്വിനി ഉണ്ടാക്കിയ ഓളം അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുമെന്നതിലും സംശയമില്ല. ഇത് ഇരു മുന്നണികളുടെയും വോട്ട് കുറയ്ക്കും. KPCC പ്രസിഡന്റും സിറ്റിംഗ് MPയുമായ K സുധാകരനെതിരെ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനെ മത്സരത്തിനിറക്കിയത് മണ്ഡലം തിരിച്ചുപിടിക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ്. മത്സരിക്കാനില്ലെന്ന് നേരത്തെ പറഞ്ഞ സുധാകരൻ വീണ്ടും സ്ഥാനാർത്ഥിയായതോടെ UDF ക്യാമ്പ് വലിയ ആവേശത്തിലായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാവുന്ന കണ്ണൂരും അഴീക്കോടും എങ്ങോട്ട് ചിന്തിക്കുന്നുവെന്നതിന് അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ. BJPയോടുള്ള K സുധാകരന്റെ മുൻ നിലപാടുകളും മുൻ കോൺഗ്രസ് നേതാവും നിലവിലെ NDA സ്ഥാനാർത്ഥിയുമായ C രഘുനാഥിന്റെ കളംമാറ്റവുമെല്ലാം ഇടതു നേതാക്കൾ വിഷയമാക്കി. സർക്കാർ വിരുദ്ധ വോട്ടുകളും പാനൂരിലെ ബോംബ് സ്ഫോടനവുമെല്ലാം ചർച്ചയാക്കിയ UDF ക്യാമ്പ് ഇത്തവണയും വിജയം തങ്ങൾക്കായിരിക്കുമെന്ന് പറയുന്നു. മനുഷ്യ വന്യജീവി സംഘർഷ വിഷയങ്ങളിലെ പരിഹാരമാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണങ്ങളിലെല്ലാം ഉന്നയിച്ച പ്രധാന കാര്യം. 2019 94,559 എന്ന ഭൂരിപക്ഷത്തിലാണ് CPMന്റെ ഏറ്റവും വലിയ ശക്തി ദുർഗത്തിൽ സുധാകരൻ വിജയിച്ചത്. ഇക്കുറിയും സുധാകര ജയം ആവർത്തിക്കുമെന്ന് UDF വിശ്വസിക്കുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ C രഘുനാഥിന്റെ പ്രചാരണം കണ്ണൂരിൽ സുധാകരന്റെ ഭൂരിപക്ഷത്തിൽ വൻ ചോർച്ചയുണ്ടാക്കുമെങ്കിലും CPMന് വിജയം സമ്മാനിക്കാൻ പോന്നതല്ലെന്നാണ് അവസാന വിലയിരുത്തൽ. ശക്തമായ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാണ് വടകര തിരിച്ചുപിടിക്കാനായിരുന്നു CPM പാർട്ടിയുടെ ജനകീയ മുഖമായ KK ശൈലജയെ മണ്ഡലത്തിൽ പരീക്ഷിച്ചത്. K മുരളീധരനെതിരെ വിജയം സുനിശ്ചിതമെന്ന് കരുതിയിടത്തു നിന്ന് UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ അപ്രതീക്ഷിതമായെത്തിയതോടെ കാര്യങ്ങൾ അപ്പാടെ മാറിമറിയുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ലീഗിന്റെ കരുത്തിൽ LDFനേക്കാൾ മുന്നിട്ട് നിൽക്കാനും ഷാഫിയുടെ പ്രചാരണങ്ങൾക്കായി. ഇതിനിടെ പാനൂരിലെ ബോംബ് സ്ഫോടനവും തൊഴിലുറപ്പ് വിവാദവും വ്യാജ വീഡിയോ ആരോപണങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. മാത്രമല്ല UDFനെതിരെ LDF കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയായി. വ്യാജ വീഡിയോ ആരോപണങ്ങളടക്കം കൈവിട്ടു പോകുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. രാഷ്ട്രീയ ചർച്ചകൾ വിവാദത്തിന് പിറകെ പോകുന്ന അവസ്ഥയിലായി. അവസാന വേളയിൽ ഇടത് ക്യാമ്പ് ആശങ്കയിലാണ്. 2019 K മുരളീധരൻ P ജയരാജനെതിരെ 84,663 വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷമായിരുന്നു വടകരയിൽ നേടിയത്. ഇത് ഇത്തവണ 1 ലക്ഷത്തിനുമേൽ കടത്താനാവുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. 1 ലക്ഷത്തിലേറെ വോട്ട് ലക്ഷ്യമിട്ടായിരുന്നു NDAയുടെ പ്രചാരണം. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ പിടിക്കുന്ന അധിക വോട്ടുകൾ ഇരു മുന്നണികളെയും ബാധിക്കും. കഴിഞ്ഞ 15 വർഷത്തോളമായി MK രാഘവന്റെ കയ്യിലുള്ള കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഏതു വിധേയനെയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM രാജ്യസഭാ MPയും മുതിർന്ന നേതാവുമായ എളമരം കരീമിനെ രംഗത്തിറക്കിയത്. കോഴിക്കോട് നിറസാന്നിധ്യമായ MD രമേശ് NDAയ്ക്ക് വേണ്ടിയും രംഗത്തെത്തിയതോടെ മത്സരം കനക്കുകയും ചെയ്തു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം AP, EK മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഏറെ നിർണായകമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാവുന്ന മണ്ഡലത്തിൽ ഈ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനാവുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. മുസ്ലിം പിന്തുണയിലാണ് ഇളമരം കരീമിന് പ്രതീക്ഷ. എന്നാൽ UDF സ്ഥാനാർത്ഥി MK രാഘവന് MP എന്ന നിലയിൽ കാര്യമായ നെഗറ്റീവ് വശങ്ങളില്ലെന്നതാണ് കോൺഗ്രസിന് അനുകൂല ഘടകം.
2019 85,225 വോട്ടിനാണ് രാഘവൻ വിജയിച്ചതെങ്കിൽ ഭൂരിപക്ഷം അല്പം കുറഞ്ഞാലും രാഘവന്റെ വിജയം സുനിശ്ചിതമെന്നാണ് പൊതുവിലയിരുത്തൽ. കഴിഞ്ഞ തവണ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് പ്രകാശ് ബാബു 1,61,216 വോട്ടാണ് പിടിച്ചത്. ഇത് MD രമേശിന്റെ ജനകീയതയിലൂടെ ഉയർത്താൻ കഴിയുമെന്ന് BJPയും വിശ്വസിക്കുന്നു. 2019 രാഹുൽ ഗാന്ധിയുടെ വരവോടെയാണ് വയനാട് സ്റ്റാർ മണ്ഡലമായത്. മണ്ഡല രൂപീകരണം മുതൽ കോൺഗ്രസിന് ഒപ്പം നിന്ന വയനാട്ടിൽ ഇക്കുറിയും അട്ടിമറിക്ക് യാതൊരു സാധ്യതയും ഇല്ല. LDFിനു വേണ്ടി CPIയുടെ ദേശീയ നേതാവ് ആനി രാജ മത്സരിക്കാനെത്തിയതോടെ ഇത്തവണ വയനാട് കൂടുതൽ ദേശീയ ശ്രദ്ധ നേടി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അവസാന റൗണ്ടിൽ രംഗത്തെത്തിയതോടെ മത്സരം കനക്കുകയും ചെയ്തു. വയനാട് ജില്ലയ്ക്കപ്പുറം മലപ്പുറം ജില്ലയുടെ ഭാഗം കൂടി ചേർന്നിട്ടുള്ളതാണ് വയനാട് മണ്ഡലം എന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമാണ്. CAA, പൗരത്വ നിയമം എന്നിവയെല്ലാം സജീവ ചർച്ചയായി. വന്യമൃഗശല്യവും ചുരം ബദൽ പാതയും രാത്രിയാത്രാ നിരോധനവും ആരോഗ്യരംഗത്തെ അപര്യാപ്തതയും ചർച്ച ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ ഇക്കുറി പ്രിയങ്ക അവസാന റൗണ്ടിൽ റോഡ് ഷോ നടത്തിയത് ഏറെ ശ്രദ്ധേയമായി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് തന്നെ നേടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 4,31,770 വോട്ടിനാണ് ജയിച്ചത്. എന്നാൽ ഇത്തവണ ശക്തമായ മത്സരത്തിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയുമെന്ന് ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നു. അബ്ദുസമദ് സമദാനി മണ്ഡലം മാറി ഇത്തവണ പൊന്നാനിയിൽ നിന്നും ജനവിധി തേടുമ്പോൾ ഭൂരിപക്ഷം സംബന്ധിച്ച് മാത്രമാണ് ചർച്ച. പൊന്നാനി കോട്ടയെന്നാണ് വിശേഷണമെങ്കിലും ആഞ്ഞു പിടിച്ചാൽ ഇടതുപക്ഷത്തിന് അട്ടിമറി സൃഷ്ടിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി അതിന് സാധ്യത കുറവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സമദാനിക്കെതിരെ CPM ചിഹ്നത്തിൽ KS ഹംസ മത്സരിക്കുമ്പോഴും UDFിന് കാര്യമായ വെല്ലുവിളിയില്ല. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് BJP സ്ഥാനാർത്ഥി. പൗരത്വ വിഷയം, CAA, റിയാസ് മൗലവി വധക്കേസ് വിധി എന്നിവ സജീവ ചർച്ചയായ മണ്ഡലത്തിൽ കേന്ദ്രത്തിനെതിരായ ജനവികാരമായിരിക്കും വോട്ടാവുക. 2019 ET മുഹമ്മദ് ബഷീർ നേടിയ 1,93,273 എന്ന ഭൂരിപക്ഷത്തെ സമദാനിയിലൂടെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുകയെന്നതും UDFിന്റെയും ലീഗിന്റെയും ലക്ഷ്യമാണ്. മലപ്പുറത്തും ലീഗിന് കാര്യമായ ഭീഷണിയില്ല. 2019 PK കുഞ്ഞാലിക്കുട്ടി നേടിയ 2,60,153 എന്ന ചരിത്ര ഭൂരിപക്ഷം ഒരിക്കൽ കൂടി തിരിച്ചുപിടിക്കുക ലക്ഷ്യമിട്ടാണ് ET മുഹമ്മദ് ബഷീറിനെ ഇക്കുറി മലപ്പുറത്തേക്ക് മാറ്റി പരീക്ഷിക്കുന്നത്. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെന്നത് മത്സരം കൊഴുപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല മുൻ VC ഡോക്ടർ M അബ്ദുൾ സലാമാണ് NDA സ്ഥാനാർത്ഥി. ETയുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയിലും സൗമ്യതയിലുമാണ് UDFിന്റെ പ്രതീക്ഷ. സിറ്റിംഗ് MP ആയ കോൺഗ്രസിലെ VK ശ്രീകണ്ഠൻ പാലക്കാട് നിലനിർത്തുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കണ്ണൂർ കഴിഞ്ഞാൽ കരുത്തേറെയുള്ള പാലക്കാട് തിരിച്ചുപിടിക്കാൻ A വിജയരാഘവനെ കളത്തിലിറക്കിയുള്ള CPM നീക്കം ലക്ഷ്യം കാണുമോ? AK ഗോപാലനെയും EK നയനാരെയും ലോക്സഭയിലെത്തിച്ച പാലക്കാട് തീ പാറുന്ന മത്സരമാണ്. BJPക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ പാർട്ടിയുടെ C കൃഷ്ണകുമാറും കാര്യമായ വോട്ട് നേടും. കരുവന്നൂർ, ഭരണവിരുദ്ധ വികാരം തുടങ്ങിയവ ചർച്ചയായ പാലക്കാട്ട് കോൺഗ്രസ് വിജയപ്രതീക്ഷയിലാണെങ്കിലും CPMും ശുഭപ്രതീക്ഷ വച്ചു പുലർത്തുന്നു. കഴിഞ്ഞ തവണ 11,637 വോട്ടിനാണ് ശ്രീകണ്ഠൻ ജയിച്ചത്. രണ്ടാം തവണ വിജയം ആവർത്തിക്കാൻ ശ്രീകണ്ഠന് കഴിയുമോ എന്നത് പ്രവചനാതീതമാണ്. പ്രചാരണം തീരുന്ന അവസാന നിമിഷവും ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി ഇടതുകോട്ടയിൽ തന്റെ കരുത്ത് തെളിയിച്ച പ്രചാരണം എങ്ങും വൈറലാണ്. കഴിഞ്ഞ തവണ അക്ഷരാർത്ഥത്തിൽ CPMനെ ഞെട്ടിച്ച രമ്യ ഹരിദാസിന് പാട്ടും പാടി ജയിക്കാനാകുമോ എന്നാണ് ആലത്തൂരിനൊപ്പം കേരളവും നോക്കിയിരിക്കുന്നത്. ഇടതുമന്ത്രി സഭയിലെ ജനകീയ മന്ത്രിയെന്ന് പേരെടുത്ത K രാധാകൃഷ്ണനാണ് CPM സ്ഥാനാർത്ഥി. പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ TN സരസുവാണ് BJPക്ക് വേണ്ടി പട നയിച്ചത്. തൃശൂരും പാലക്കാടുമായി വ്യാപിച്ചു കിടക്കുന്നതും സംസ്ഥാനത്തെ 2 സംവരണ മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ. 2019 മൂന്നാം അംഗത്തിനിറങ്ങിയ PK ബിജുവിന് അടിതെറ്റിയപ്പോൾ പകച്ചുപോയ CPMന് രാധാകൃഷ്ണന്റെ വിജയം അനിവാര്യമാണെങ്കിലും അതിന് കഴിയുമോ എന്ന സംശയം ബാക്കിയാണ്. കഴിഞ്ഞ തവണ 1,00,000-ലേറെ വോട്ടിന് ജയിച്ച രമ്യയുടെ ഭൂരിപക്ഷം ഇക്കുറി എത്രയാകും? തിരുവനന്തപുരത്തിനൊപ്പം കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. UDFിന് വേണ്ടി കോൺഗ്രസിന്റെ K മുരളീധരനും LDFിൽ CPIയുടെ VS സുനിൽകുമാറും NDAയിൽ BJPയുടെ സ്റ്റാർ സുരേഷ് ഗോപിയുമാണ് മാറ്റുരയ്ക്കുന്നത്.
പത്മജ BJPയിൽ ചേർന്നതോടെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള അപ്രതീക്ഷിത രംഗപ്രവേശമാണ് മത്സരം കടുപ്പിച്ചത്. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന വാഗ്ദാനം നൽകുന്ന ലോക്സഭാ സീറ്റാണ് തൃശൂർ. മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായ CPIയുടെ സുനിൽകുമാർ നേരത്തെ വിജയപ്രതീക്ഷയിലായിരുന്നു. എന്നാൽ മുരളീധരന്റെ കടന്നുവരവോടെ മത്സരം കൊഴുത്തു. കഴിഞ്ഞ തവണ CPM കോട്ട പിടിച്ച മുരളിക്ക് ഇക്കുറി തൃശൂർ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ TN പ്രതാപൻ 93,633 വോട്ടുകൾക്ക് വിജയിച്ച ഇവിടെ 3 സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷ പുലർത്തുന്നു.